ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു വെറൈറ്റി പുഡിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഒരു ABC പുട്ടാണ് ഞാൻ ഇന്നിവിടെ തയ്യാറാക്കിയെടുക്കുന്നത്. കൊച്ചുമക്കൾക്കൊക്കെ കൊടുക്കാൻ നല്ലതാണ്, വളരെ ഹെൽത്തിയാണ്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്നൊക്കെ വരും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു ബീട്രൂട്ട്, ഒരു ഇടത്തരം വലിപ്പത്തിലുള്ള ഒരു ക്യാരറ്റ്, അതുപോലെ തന്നെ ഒരു ആപ്പിളും കൂടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് പീല് ചെയ്ത് കളഞ്ഞിട്ട് ഒന്ന് കഴുകി എടുക്കണം കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് കഴുകി എടുത്തിട്ട് വരാം. അപ്പോൾ അത് ആപ്പിളും ബീട്രൂട്ടും ക്യാരറ്റൊക്കെ അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ ഒരു ഗ്രേറ്റർ വെച്ചിട്ട് ഈ ബീട്രൂട്ട് ഏറ്റവും ചെറിയ ഹോളുള്ള ഇതിൽ വെച്ച് നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാവേ. അപ്പോൾ അത് ആ ബീട്രൂട്ട് മൊത്തവും ഞാൻ ഗ്രേറ്റ് ചെയ്തെടുത്തു. ഇനി നമുക്ക് ക്യാരറ്റും അതുപോലെ ആ ചെറിയ ഹോളിൽ വെച്ച് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തു. ഇനി നമുക്ക് ആപ്പിളും കൂടി ഗ്രേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ രണ്ടായിട്ട് മുറിച്ചിട്ട് അതിൻ്റെ തോല് ഞാൻ കളഞ്ഞിട്ടില്ലേ, ഇതുപോലെ അതിൻ്റെ സീഡൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അത് ആപ്പിളും ഗ്രേറ്റ് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് വയ്ക്കാം. അത് നന്നായിട്ടൊന്ന് ചൂടാവുമ്പോൾ ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ അത് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്ത് നെയ്യ് നന്നായിട്ടൊന്ന് മെൽറ്റ് ആവട്ടെ. ഇനി നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുത്ത് വെച്ച നമ്മുടെ ബീട്രൂട്ടില്ലേ, അതിൻ്റെ പച്ച കുത്തലും പച്ച ചുവയൊക്കെ ഒന്ന് മാറാൻ വേണ്ടി നമ്മളിതൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ആ പച്ച ചുവയൊന്ന് മാറാൻ വേണ്ടിയാണ്, കൂടുതലൊന്നും ഇട്ട് വഴറ്റണ്ട. ഒന്ന് അതിൻ്റെ പച്ച ചുവ ഒന്ന് മാറ്റാൻ വേണ്ടി മാത്രം ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു 2 മിനിറ്റ് നേരം ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിതൊന്ന് ഇളക്കാം. അപ്പോൾ 2 മിനിറ്റ് ഒന്ന് ഇളക്കി കഴിഞ്ഞപ്പോൾ നമ്മുടെ ബീട്രൂട്ടും ഇവിടെ പാകത്തിന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇതങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറി കിട്ടണം കേട്ടോ. ഇനി ഒരു പാത്രം എടുക്കുക. അതിലേക്ക് 1.5 കപ്പ് വറുത്ത അരിപ്പൊടിയാണ്. നമ്മുടെ ഇടിയപ്പം പത്തിരിക്കൊക്കെ ഉപയോഗിക്കുന്ന നേർമയുള്ള പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഞാൻ സാധാരണ പുട്ടുണ്ടാക്കാൻ ഈ പൊടിയാണ് എടുക്കാറ് കേട്ടോ. അപ്പോൾ 1.5 കപ്പ് 250 ml മെഷറിംഗ് കപ്പിന് 1.5 കപ്പ് അരിപ്പൊടിയാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തത്. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ട് മിക്സാക്കി എടുത്തു. ഇനി നമുക്ക് ഇത് വെള്ളം ഒഴിച്ച് നനയ്ക്കുന്നില്ല കേട്ടോ. നമ്മൾ ഈ ആപ്പിളും ബീട്രൂട്ടും ക്യാരറ്റും കൂടി ഇതിലേക്ക് തട്ടി കൊടുക്കുക. ഇതിൻ്റെ ഈർപ്പത്തിലാണ് നമ്മൾ നനച്ചെടുക്കുന്നത്. അപ്പോൾ ക്യാരറ്റ്, ആപ്പിള്, പിന്നെ ബീട്രൂട്ടും കൂടി ഞാൻ ഇതിലേക്ക് തട്ടിക്കൊടുത്തേ. ഇനി നമുക്കിത് 3 കൂടി ചേർത്ത് ആ മാവും കൂടി കൂട്ടിച്ചേർത്ത് ഒന്ന് നനച്ചെടുക്കണം. അപ്പോൾ ഒരു സ്പൂൺ വെച്ച് ആദ്യം ഒന്ന് ഇളക്കി മിക്സാക്കാം. എല്ലാം കൂടി അടിതാത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത് 3 ഇട്ടിട്ട് നമ്മളിതൊന്ന് കൈകൊണ്ട് തന്നെ നന്നായിട്ട് ഇതൊന്ന് നനച്ചെടുക്കുകയെ. അപ്പോൾ നനവിന് കൂടുതൽ വെള്ളം ആവശ്യമാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ആദ്യം ഇത് ഒന്ന് മിക്സ് ചെയ്ത് നോക്കുക. അപ്പോൾ നന്നായിട്ട് ഒന്ന് അടിതാത്ത് തന്നെ നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഒത്തിരി കൂടി വെള്ളം വേണ്ടി വരും. അപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ഒന്ന് കയ്യിലൊഴിച്ചിട്ട് ഒന്ന് ചിറ്റിച്ച് ഒഴിച്ചു കൊടുത്ത് എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് നനച്ചെടുത്തു. ഇനി നമുക്കിതിലേക്ക് 1.5 പിടി തേങ്ങയോളം കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. തേങ്ങ ഇടാതെയും വേണമെങ്കിൽ ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് കൂടി ടേസ്റ്റിന് വേണ്ടി ഈ മാവിൽ കുറച്ച് തേങ്ങയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഉരുട്ടി ഇങ്ങനെ ഒരു പിടിച്ച് വരുമ്പോൾ ഒരു കൊഴുകട്ട പോലെ ഒന്ന് ഉരുണ്ട് വരും കേട്ടോ. ആ പരുവമാണ് നമുക്ക് ഈ പുട്ടിന് വേണ്ടത്. ഇതുപോലെ. അപ്പോൾ നന്നായിട്ട് നനഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് പുട്ടുണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയുള്ള തേങ്ങയും അടുത്ത് വെച്ചു. ഇനി നമുക്ക് ഒരു പുട്ടുകുറ്റി എടുക്കുക. അതിൻ്റെ ചില്ലിട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ തേങ്ങ ഇട്ട് കൊടുക്കാം. ഞാൻ തേങ്ങ ഇട്ട് കൊടുത്താണ് പുട്ടുണ്ടാക്കുന്നത്. അല്ലാതെ നിങ്ങൾക്ക് മാവിൽ നമ്മൾ ചേർക്കുന്നത്രയും തേങ്ങ ചേർത്തിട്ട് മൊത്തത്തിൽ ഒന്ന് മിക്സ് ചെയ്തിട്ട് തേങ്ങ ഇടാതെയും കുറ്റിയിൽ നിറച്ചെടുക്കാം. അപ്പം ഞാനിത് 3 ഇണുക്കായിട്ടാണ് തയ്യാറാക്കുന്നത് കേട്ടോ. ഓരോ ഇണുക്കിലും 1 ടേബിൾ സ്പൂൺ
ചെറിയ തേങ്ങ ചേർത്ത് കൊടുക്കുകയെ. അപ്പം നമ്മൾ ഓരോ പുട്ടിനും ഇണുക്കം എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഓരോ ഇണുക്കിനും നമ്മൾ തേങ്ങ ചേർത്ത് കൊടുത്തിട്ട് പുട്ടുകുറ്റി നിറച്ചും നമ്മുടെ ബാറ്റർ നിറച്ചെടുത്തേ. അവസാനത്തെ ഇതിലാവുമ്പോൾ നമ്മൾ ചെറുതായിട്ട് അമർത്തി കൊടുത്തിട്ട് തേങ്ങയും കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു പുട്ടുകുട അടുപ്പിൽ വെച്ചിട്ടുണ്ട്, അതിൽ വെള്ളം വെച്ചിട്ടുണ്ട്, നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ആ കുറ്റി നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. അതിനുശേഷം ഒരു 2-3 മിനിറ്റ് നേരം ഇത് ആവിയിൽ വേവിച്ചെടുക്കുക. ഇപ്പോൾ ഇത് ആവി വന്നിട്ട് ഒരു 2-3 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. നന്നായിട്ട് ആവി പോകുന്നുണ്ട്. ഇനി നമുക്ക് ഇതെടുത്ത് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഒരു പ്ലേറ്റിലേക്ക് ഇതൊന്ന് നീക്കി വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ ആദ്യത്തെ പുട്ട് ഞാൻ നീക്കി വെച്ച് കൊടുത്തു. ഇനി നമുക്ക് ബാക്കി പുട്ടും കൂടി ഇതുപോലെ ഒന്ന് ആവിയിൽ പുഴുങ്ങിയിട്ട് നീക്കി വെച്ച് കൊടുക്കാം. അപ്പോൾ ആദ്യത്തെ പുട്ട് ആയിട്ടുണ്ട്. രണ്ടാമത്തെ പുട്ടും വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത് നമുക്കിതുപോലെ തന്നെ ഒന്ന് തള്ളി ഇതിലേക്ക് വെച്ച് കൊടുക്കാം. അങ്ങനെ 3 കുറ്റിപ്പുട്ട് എനിക്ക് 1.5 കപ്പ് മാവ് നനച്ചെടുത്തപ്പോൾ കിട്ടിയിട്ടുണ്ടേ. അപ്പോൾ മൂന്നാമത്തെ കുറ്റി പുട്ടും ഞാൻ പാത്രത്തിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുട്ടാണ്. ഇതിന് പ്രത്യേകിച്ച് കറിയൊന്നും ആവശ്യമില്ല കേട്ടോ. കറി ഇല്ലാതെ തന്നെ നമുക്ക് കഴിക്കാവുന്നതേ ഉള്ളൂ. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു പുട്ടാണ്. നമ്മുടെ കൊച്ചുമക്കൾക്ക് കൊടുക്കുന്നത് നല്ലതാണ്. അവർ ഈ കളറൊക്കെ കണ്ട് വളരെ ഇഷ്ടത്തോടു കൂടി കഴിക്കും. അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഈ പുട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുതേ. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും വളരെയധികം നന്ദിയുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് പുട്ടെടുത്ത് ഇതൊന്ന് പൊടിച്ച് കാണിച്ചു തരാവേ. അപ്പോൾ കണ്ടില്ലേ, ഈ പുഡിന് പ്രത്യേകിച്ച് കറിയൊന്നും വേണ്ട, വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു.